വെൽക്കം ടു ബാങ്കിംഗ് PSC ഇൻസൈറ്റ്സ്. കേരള ബാങ്ക് ക്ലർക്ക്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, CSEB എക്സാംസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് വരുന്ന എക്സാമിന് വേണ്ടുന്ന കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സിലബസിൽ പാർട്ട് 2 ബാങ്കിങ്ങിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: പ്രൈമറി ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡറി ഫംഗ്ഷൻ. അതിൽ പ്രൈമറി ഫംഗ്ഷൻ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡിങ് ലോൺസ്. അതുപോലെ സെക്കൻഡറി ഫംഗ്ഷന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഏജൻസി ഫംഗ്ഷൻ ആൻഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് ചെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ക്രെഡിറ്റ് ക്രിയേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രെഡിറ്റ് ക്രിയേഷൻ്റെ മെയിൻ കുറച്ച് പോയിൻറ്റ്സും കൂടെ നമുക്ക് നോക്കാം. ക്രെഡിറ്റ് ക്രിയേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. Credit creation refers to capacity of a bank to create derivative deposit out of primary deposits. Primary deposits enables the banker to create additional deposits which can be called derivative deposits. They are called derivative deposits because they are derived from the lending of the primary deposits. ഇവിടെ നമ്മൾ രണ്ട് ടേംസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം: പ്രൈമറി ഡിപ്പോസിറ്റും അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ്. പ്രൈമറി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന ക്യാഷിനെയാണ് പ്രൈമറി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. പബ്ലിക്കിൻ്റെ ഡിപ്പോസിറ്റ്സ് സ്വീകരിച്ചിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലെൻഡിങ് ആക്ടിവിറ്റി നടത്തുന്നത്. പ്രൈമറി ഡിപ്പോസിറ്റിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് ക്യാഷ് റിസർവ് ആക്കി മാറ്റി വെച്ചതിന് ശേഷം ബാങ്ക് ലെൻഡിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നു. ലെൻഡ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഡിപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്താണ് ലെൻഡിങ് ആക്ടിവിറ്റി നടത്തുന്നത്. രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ഡിപ്പോസിറ്റാണ് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ്. ഇത് ഫർദർ ക്രെഡിറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്, പക്ഷേ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. പ്രൈമറി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് അതേഴ്സ് മണിയാണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് പ്രൈമറി ഡിപ്പോസിറ്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്പോസിറ്റിനെയാണ് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി ഡിപ്പോസിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് പാസീവ് ഡിപ്പോസിറ്റ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റിനെ പറയുന്ന മറ്റ് രണ്ട് പേരുകളാണ് ഡിറൈവ്ഡ് ഡിപ്പോസിറ്റും അതുപോലെ തന്നെ ആക്റ്റീവ് ഡിപ്പോസിറ്റും. ഇനി നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ പോയിൻറ്റ്സ് ഒന്നും കൂടെ നോക്കാം. ക്രെഡിറ്റ് ക്രിയേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. ക്രെഡിറ്റ് ക്രിയേഷൻ റെഫേഴ്സ് ടു കപ്പാസിറ്റി ഓഫ് എ ബാങ്ക് ടു ക്രിയേറ്റ് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് ഔട്ട് ഓഫ് പ്രൈമറി ഡിപ്പോസിറ്റ്. പ്രൈമറി ഡിപ്പോസിറ്റ് ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് ഉണ്ടാക്കാനുള്ള ബാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഡിപ്പോസിറ്റ് ഇനേബിൾസ് ദ ബാങ്ക് to create additional deposit which can be called derivative deposit. They are also called derivative deposits because they are derived from the lending of primary deposit. അപ്പോൾ പ്രൈമറി ഡിപ്പോസിറ്റിൽ നിന്നുമാണ് ബാങ്കിന് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് പ്രൈമറി ഡിപ്പോസിറ്റിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്നതായതുകൊണ്ടാണ് അതിനെ ഡിറൈവ്ഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെയും ഗ്രോത്ത് തുടങ്ങുന്നത് ആ ബാങ്കിന് കിട്ടുന്ന ഡിപ്പോസിറ്റിൽ നിന്നാണ്. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അതിന് കിട്ടുന്ന ഇനീഷ്യൽ ഡിപ്പോസിറ്റ് എമൗണ്ട് ഒരാൾക്ക് ലോൺ കൊടുക്കും. ലോൺ കൊടുക്കുമ്പോൾ ആ ആളുടെ കയ്യിലല്ല, ആ ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ആ ബാങ്ക് കൊടുക്കുന്നത്. ആ ബാങ്ക് മറ്റൊരാൾക്ക് ഈ എമൗണ്ട് ലോണായിട്ട് കൊടുക്കും. ഇങ്ങനെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതിനനുസരിച്ച് ഇക്കണോമിയിൽ ആകെയുള്ള തുകയുടെ ക്രെഡിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രെഡിറ്റ് ക്രിയേഷൻ മനസ്സിലാകാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിനായിട്ട് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ 1,00,000 രൂപ ഡിപ്പോസിറ്റായിട്ട് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ആ 1,00,000 രൂപയും അവർക്ക് ലോണായിട്ട് ഒരാൾക്ക് അനുവദിക്കാൻ സാധിക്കില്ല. ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചിത റേറ്റ് അവർക്ക് സെൻട്രൽ ബാങ്കിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വിചാരിക്കാം അതൊരു 10% ആണ് CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ ഒരു 10% ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി 90% മാത്രമാണ് അവർക്ക് മറ്റൊരാൾക്ക് ലോണായിട്ട് അനുവദിക്കാനായിട്ട് സാധിക്കുന്നത്. 1,00,000-ന് 90% എന്ന് പറയുമ്പോൾ അത് 90,000 വരും. ആ 90,000 ഡയറക്റ്റ് ആളുടെ കയ്യിലേക്കല്ല, ആ ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ആവുന്നത്. നമ്മൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക് അടുത്തൊരു കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് ഈ എമൗണ്ട്, അതായത് 90,000 ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ ബാങ്കിന് ആ 90,000 അവരുടെ പ്രൈമറി ഡിപ്പോസിറ്റാണ്. അപ്പോൾ അവർക്ക് അതിൽ ഒരു 10% CRR ആയിട്ട് കീപ്പ് ചെയ്തിട്ട് ബാക്കി 90%, അതായത് ഈ ഒരു 90,000-ൻ്റെ 90% 81,000 മറ്റൊരാൾക്ക്
ലോണായിട്ട് അനുവദിക്കാം. 81,000 ലോണായിട്ട് അനുവദിക്കുന്ന സമയത്തും ആളുടെ കയ്യിലേക്കല്ല, ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ആ ബാങ്കിനെ സംബന്ധിച്ചും ഈ ഒരു 81,000 കിട്ടുന്നത് അവരുടെ പ്രൈമറി ഡെപ്പോസിറ്റാണ്. അപ്പോൾ അവർക്ക് CRR 10% കീപ്പ് ചെയ്തിട്ട് ബാക്കി 90% മറ്റൊരാൾക്ക് ലോൺ അനുവദിക്കും. 81,000-ൻ്റെ 90% എന്ന് പറയുമ്പോൾ 72,900 അവർക്ക് മറ്റൊരാൾക്ക് ലോണായിട്ട് അനുവദിക്കാം. ഇങ്ങനെ ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫറായി മാറുന്ന സമയത്ത് നമുക്ക് കാണാം ടോട്ടൽ അവിടെ 2,43,900 റുപ്പീസ് ആയിട്ടാണ് ഈ ഒരു എമൗണ്ട് മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 1 lakh റുപ്പീസാണ് ക്രെഡിറ്റ് ക്രിയേഷൻ മൂലം 2,43,900 ആയിട്ട് മാറിയത്. ഈ ഒരു ഇൻക്രീസിനെ, എമൗണ്ടിൻ്റെ ഇൻക്രീസിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ടെക്നിക്സ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ: പ്രൈമറി ഡെപ്പോസിറ്റിനെ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ടെക്നിക് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് പ്രൈമറി ഓർ പാസീവ് ഡെപ്പോസിറ്റ്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ഓർ ആക്റ്റീവ് ഡെപ്പോസിറ്റ്. ബാങ്കുകൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് സ്വീകരിച്ചിട്ട് ലെൻഡ് ചെയ്യും. അപ്പോൾ ഈ ലെൻഡ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ ക്യാഷ് ലെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൈമറി ഡെപ്പോസിറ്റിനെ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ടെക്നിക് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ക്രെഡിറ്റ് ക്രിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൂടെ നോക്കാം. ടോട്ടൽ ക്രെഡിറ്റ് ക്രിയേഷൻ ഈക്വൽ ടു ഒറിജിനൽ ഡെപ്പോസിറ്റ് ഇൻറ്റു ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യൻറ്റ്. ഒറിജിനൽ ഡെപ്പോസിറ്റിനെ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് ക്രിയേഷൻ കിട്ടുന്നത്. ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/CRR ആണ്. CRR എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അടുത്തത് ക്രെഡിറ്റ് കോൺട്രാക്ഷൻ നോക്കാം. ക്രെഡിറ്റ് കോൺട്രാക്ഷൻ മീൻസ് എ സഡൻ റിഡക്ഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ഇറ്റ് ഓൾസോ കോൾഡ് ക്രെഡിറ്റ് ക്രഞ്ച്, ക്രെഡിറ്റ് ടൈറ്റനിങ്, ക്രെഡിറ്റ് സ്ക്വീസ് ഓർ ക്രെഡിറ്റ് ക്രൈസിസ്. ബാങ്കുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ലോൺ എമൗണ്ടിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു കുറവിനെയാണ് ക്രെഡിറ്റ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ: ക്യാഷ് റിസർവ് റേഷ്യോ, അവൈലബിലിറ്റി ഓഫ് പ്രൈമറി ഡെപ്പോസിറ്റ്, അവൈലബിലിറ്റി ഓഫ് ഗുഡ് സെക്യൂരിറ്റീസ്, ഇക്കണോമിക് കണ്ടീഷൻസ് ഓർ മാർക്കറ്റിംഗ് കണ്ടീഷൻസ്, മോണിറ്ററി പോളിസി ഓഫ് സെൻട്രൽ ബാങ്ക്, അവൈലബിലിറ്റി ഓഫ് ബോറോവേഴ്സ്, ബാങ്കിങ് ഹാബിറ്റ് ഓഫ് ജനറൽ പബ്ലിക്. ക്രെഡിറ്റ് ക്രിയേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഫാക്ടേഴ്സാണ് നമുക്ക് ഈ ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻസിൽ വരുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ആദ്യത്തെ പോയിൻറ്റ് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ഇഫ് ദ ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ് ഈസ് വെരി ഹൈ ദെൻ ദ കപ്പാസിറ്റി ടു ക്രിയേറ്റ് ക്രെഡിറ്റ് വിൽ ബി ലോ. ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ് കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ കുറവായിരിക്കും. തിരിച്ച് നമുക്ക് പറയാം, ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ് ലോ ആണെങ്കിൽ കപ്പാസിറ്റി ടു ക്രിയേറ്റ് ക്രെഡിറ്റ് വിൽ ബി ഹൈ. കൂടുതൽ എമൗണ്ട് RBIയിൽ ക്യാഷ് റിസർവായി കീപ്പ് ചെയ്യുമ്പോൾ ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി കുറയും. അതാണ് ഇതിന് റീസൺ. നെക്സ്റ്റ് പോയിൻറ്റ് അവൈലബിലിറ്റി ഓഫ് പ്രൈമറി ഡെപ്പോസിറ്റ് ആണ്. പ്രൈമറി ഡെപ്പോസിറ്റ് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രൈമറി ഡെപ്പോസിറ്റ് ലോ ആണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷനും ലോ ആയിരിക്കും. പ്രൈമറി ഡെപ്പോസിറ്റ് ഹൈ ആണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ ഹൈ ആയിരിക്കും. ബാങ്ക് ക്രിയേറ്റ് ക്രെഡിറ്റ് ക്രിയേഷൻ ഫ്രം പ്രൈമറി ഡെപ്പോസിറ്റ്. ഹയർ ദ എമൗണ്ട് ഓഫ് പ്രൈമറി ഡെപ്പോസിറ്റ്, higher will be its capacity to create credit and vice versa. നെക്സ്റ്റ് പോയിൻറ്റ് അവൈലബിലിറ്റി ഓഫ് ഗുഡ് സെക്യൂരിറ്റീസ് ആണ്. ബോറോവേഴ്സ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏബിൾ ആയിരിക്കണം. എങ്കിലും മാത്രമേ അവരാവശ്യപ്പെടുന്ന ആ ഒരു എമൗണ്ട് അവർക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പോയിൻറ്റ് എക്കണോമിക് കണ്ടീഷൻസ് ഓർ മാർക്കറ്റിംഗ് കണ്ടീഷൻസ് ആണ്. ഡ്യൂറിങ് ഡിപ്രഷൻ ദർ ഈസ് ഫോൾ ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് ദർ ഈസ് ലെസ് ഡിമാൻഡ് ഫോർ ബാങ്ക് ക്രെഡിറ്റ്. ഹെൻസ് ദ ബാങ്ക് വിൽ ബി ഇൻ എ പൊസിഷൻ ടു ക്രിയേറ്റ് ലെസ് ക്രെഡിറ്റ്. എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത്, അത് നമ്മൾ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സാമ്പത്തിക മാന്ദ്യമൊക്കെ വരുന്ന സമയത്ത് ബാങ്ക് ലെസ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതരാകും. അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ് മോണിറ്ററി പോളിസി ഓഫ് സെൻട്രൽ ബാങ്ക് ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ദ സെൻട്രൽ ബാങ്ക് ഫ്രം ടൈം ടു ടൈം ഡയറക്ട്സ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ടു ഫോളോ എ ലിബറൽ ഓർ ടൈറ്റ് ക്രെഡിറ്റ് പോളിസി. So the monetary policy of the central bank sets a limit on the capacity of the bank to create credit. സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസീസ് അനുസരിച്ചിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് പോളിസി ലിബറൽ ആക്കുന്നതും ക്രെഡിറ്റ് പോളിസി ടൈറ്റ് ആക്കുന്നതുമൊക്കെ ഈ ഒരു നിബന്ധനകൾ അനുസരിച്ചിട്ടാണ്. നെക്സ്റ്റ് പോയിൻറ്റ് അവൈലബിലിറ്റി ഓഫ് ബോറോവേഴ്സ് ആണ്. ദെയർ ഷുഡ് ബി എ സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ബോറോവേഴ്സ്. മണി ലെൻഡ് ചെയ്യാനായിട്ട് ബോറോവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രെഡിറ്റ് ക്രിയേഷൻ സാധ്യമാവുകയുള്ളൂ. നെക്സ്റ്റ് പോയിൻറ്റ് ബാങ്കിങ് ഹാബിറ്റ് ഓഫ് ജനറൽ പബ്ലിക് ആണ്. ഇഫ് ദ ജനറൽ പബ്ലിക് മേക്സ് ഇൻക്രീസിങ് യൂസ് ഓഫ് ചെക്ക് ഫെസിലിറ്റി ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ദെയർ ട്രാൻസാക്ഷൻ ദെൻ ബാങ്ക് വിൽ ഹാവ് ബെറ്റർ കപ്പാസിറ്റി ടു ക്രിയേറ്റ് ക്രെഡിറ്റ്.
പബ്ലിക് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട്, അത് ബിസിനസ് പരമായിട്ടോ പേഴ്സണലായിട്ടോ ഉള്ള കാര്യങ്ങൾക്കായിട്ട് ബാങ്ക് ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്താൽ, ബാങ്കിൻ്റെ ചെക്ക് ഫെസിലിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ജനറൽ പബ്ലിക്കിൻ്റെ ബാങ്കിങ് ഹാബിറ്റും ഈ ക്രെഡിറ്റ് ക്രിയേഷനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.